അല്ല, ഇവിടെ സൂചിപ്പിച്ച് നമ്മുടെ ജനൻ ടിവിയുടെ ചർച്ചയിൽ തന്നെ പറഞ്ഞ പല കാര്യങ്ങൾ മുഖവിലക്കെടുത്താൽ ഏകദേശം നമുക്ക് കിട്ടുന്ന ഒരു വ്യക്തത എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും താവളമാണ് എന്ന് സമർത്ഥിക്കുന്നതിന് ഇനി മറ്റൊരു തെളിവ് വേണ്ട എന്നുള്ളതാണ്. അതിൽ എത്രമാത്രം ഉണ്ട്, ആരൊക്കെ ഉണ്ട് എന്നുള്ളതിൽ എത്ര തർക്കങ്ങൾ നടന്നാലും ഇത് കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും ഒരു ഇടമാണ് എന്ന് ഇന്ന് പൊതുസമൂഹത്തിന് ബോധ്യമായിരിക്കുന്നു. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഏതെങ്കിലും ഒരു വ്യവസായ സംരംഭത്തിൻ്റെ ഭാഗമായി അടിഞ്ഞുകൂടുന്ന പണമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു നികുതി പണവുമല്ല. ദൈവത്തെ വിശ്വസിച്ച് ഭക്തിയാദരണപൂർവ്വം അർപ്പിക്കുന്ന ഒരു സമർപ്പണമാണ് ക്ഷേത്രങ്ങളിലെ സ്വത്തുക്കൾ എന്ന് പറയുന്നത്. അത് ഈശ്വരനോട് സമർപ്പിച്ചൊരു സമൂഹം, ഭക്തൻ അത്രയേറെ വിശുദ്ധിയോടുകൂടി നൽകുന്ന ഒരു പണം പോലും, ഒരു സംഭാവന പോലും ഒരു മടിയുമില്ലാതെ അടിച്ചു മാറ്റുന്നവരിൽ നിന്ന് പിന്നെ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അതുതന്നെ അടിച്ചു മാറ്റുന്നവർ അന്വേഷിക്കുമ്പോൾ, അവരെ ഇതിന് അന്വേഷണ ചുമതല ഏൽപ്പിക്കുമ്പോൾ, അതിന് കൂട്ടുപിടിക്കുമ്പോൾ അവർ ഇതിനപ്പുറം കള്ളം കാണിക്കുമെന്നുള്ളതിൽ ഒരു സംശയവും നമുക്കാർക്കും വേണ്ട. രണ്ടിവിടെ സൂചിപ്പിച്ചു, ഇവിടെ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി കൂടിയായ അദ്ദേഹം പറഞ്ഞൊരു കാര്യം പറഞ്ഞപ്പോൾ കൂടുതൽ ക്ലാരിറ്റിയായി. ദേവസ്വം ബോർഡിനുള്ളിൽ ഇന്നെന്നോ ഇന്നലെയെന്നോണോമല്ല, ദേവസ്വം ബോർഡ് നിരവധി വർഷങ്ങളായി ഇത്തരം അഴിമതികൾ നടത്തുന്നവർ, കറപ്ഷൻ നടത്തുന്നവർ, കൊള്ളയടിക്കുന്നവർ ധാരാളമുണ്ട് എന്നുള്ളതാണ്. അവസാനം അവരുടെ പെൻഷൻ അങ്ങ് കട്ട് ചെയ്യുന്ന സമീപനങ്ങളൊക്കെയാണ് എടുത്തു പോകുന്നത് എന്ന് സൂചിപ്പിച്ചു. അതായത് കോൺഗ്രസ് ഭരിക്കുമ്പോഴും CPM ഭരിക്കുമ്പോഴും ദേവസ്വം ബോർഡിനുള്ളിൽ നിത്യേന എന്നോണം ഇത്തരം സംഭവങ്ങൾ വ്യാപകമായി നടക്കാറുണ്ട്. മറ്റു സ്ഥലങ്ങളിൽ കുറവാണ്, ഇവിടെ കൂടുതലാണ് എന്നുള്ളതാണ്. അതിനർത്ഥം എന്താണ്? അവർക്ക് കിട്ടുന്ന പെൻഷൻ തുകയേക്കാൾ കൂടുതൽ കണ്ടെത്താൻ പറ്റുന്ന ഒരു കറവ പശുവിനേക്കാൾ കൂടുതലുള്ള സമീപനം, അതിനുള്ള ഇടമാണ് ദേവസ്വത്തിൻ്റെ സ്വത്ത് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. ശബരിമല എന്ന് പറയുന്നത് കോടാനുകോടി ആളുകൾ വിശ്വസിക്കുന്ന ഒരു വലിയ സങ്കേതമാണ്. ആ സമൂഹത്തെയും ആ സംവിധാനത്തെയും ഇല്ലാതാക്കാനുള്ള പരിശ്രമം ഇതിനു മുമ്പേ തുടങ്ങിയതാണ് എന്ന് ബോധ്യമാവുകയാണ്. ഇതിനൊന്നും കൃത്യമായ അന്വേഷണം ഒരു സ്ഥലത്തും നടപ്പിലാക്കാൻ അവർ സാധിച്ചിട്ടില്ല. കോടതി പറയുമ്പോഴാണ് ഇതൊക്കെ അന്വേഷിക്കാം എന്ന് തീരുമാനിക്കുന്നത്. കോടതി പറയുന്നവരെ കാത്തിരിക്കണമെങ്കിൽ എന്തിനാണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനവും ദേവസ്വം മന്ത്രി എന്നൊരു വകുപ്പും നമ്മുടെ നാട്ടിൽ നിലനിൽക്കേണ്ടതായ ആവശ്യം? ഇതൊന്നും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഇടപെടേണ്ടവരാണല്ലോ ഈ വകുപ്പ്. അതിനു വേണ്ടിയിട്ടല്ലേ കോടിക്കണക്കിന് രൂപ ഈ പറയുന്ന ക്ഷേത്ര വരുമാനത്തിൽ നിന്ന് ശമ്പളം കൊടുക്കാനും മറ്റു സംവിധാനങ്ങൾ ഒരുക്കാനും വാഹനം കൊടുക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതും വിനിയോഗിക്കുന്നതും? ഇതെല്ലാം വിനിയോഗിക്കുന്നത് ഇതെല്ലാം ഭംഗിയായി നടക്കണം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഈ സംവിധാനങ്ങളെല്ലാം ഒരുക്കുന്നതിന് വേണ്ടി ദേവൻ്റെ തന്നെ പണം ഉപയോഗിക്കപ്പെടുന്നുണ്ട്, രേഖാമൂലം. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ സർക്കാരിൽ നിന്ന് വരുന്നൊരു നികുതി പണം അതൊന്നും നന്നായി പോട്ടെ എന്ന് പറഞ്ഞ് കൊടുത്ത് KSRTCയും മറ്റും പ്രവർത്തിക്കുന്നത് പോലെ അല്ല ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത്. ആവശ്യത്തിലേറെ പണം ഭക്തർ നൽകുന്നത് ഉപയോഗിച്ച് അതിലേറെ സർക്കാരിൻ്റെ മറ്റു പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. ദുരിതാശ്വാസ നിധിയിലേക്കെന്ന നിലയിൽ ദേവസ്വം ബോർഡുകളുടെ പണങ്ങൾ വരുന്നതും അതിലെ കോടതിയുടെ ഇടപെടലുകളൊക്കെ നമ്മൾ കാണുന്നതാണ്. റവന്യൂ വരുമാനമായി ശബരിമല കേരളത്തിൽ നൽകുന്ന സംഭാവനകൾ മറ്റു വഴികളിലൂടെ വരുന്നൊരു വരുമാനമാണ്. ഇത് നേരിട്ടു തന്നെ ആ ദേവൻ്റെ സ്വത്തിൽ നിന്ന് വരുന്ന പണം, അവിടെ വരുന്ന സംഭാവനയിൽ നിന്ന് വരുന്ന കാണിക്കയിൽ നിന്ന് വരുന്ന പണം ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിന്, ദേവസ്വം ബോർഡ് മന്ത്രിക്ക്, ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർക്ക്, ദേവസ്വം ബോർഡിലെ കറണ്ട് ബില്ല്, ദേവസ്വം ഓഫീസ് ഒക്കെ വിനിയോഗിക്കുകയാണ്. എന്തിനാണ്? സുരക്ഷിതമായി സംരക്ഷണത്തോടുകൂടി ശരിയായ രീതിയിൽ ഇതൊക്കെ സംരക്ഷിക്കപ്പെടും എന്ന ഉറപ്പിന്മേലാണ്. പക്ഷേ കാണിക്കയിൽ നിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഏതെങ്കിലും സമർപ്പണമായി നൽകുന്ന സ്വർണം പൂശിയൊരു കട്ടിള പുറത്തേക്ക് പോകുമ്പോൾ എഴുതി കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എഴുതി കൊടുക്കുകയാണ് ഇത് ചെമ്പ് എന്ന്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? ചെമ്പാണ് കൊണ്ടുപോയതെന്ന് എഴുതി കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം അതിൽ നിന്ന് സ്വർണം വേർതിരിക്കാൻ, കട്ടോണ്ട് പോകാൻ അനുമതി കൊടുക്കുന്നതിന് തുല്യമല്ല. ഇതിൽ എന്ത് അന്വേഷണമാണ് നടത്തേണ്ടത്? ഇനി ആര് നിങ്ങളതൊന്നും മനസ്സിലാക്കണ്ട എന്ന് പറഞ്ഞാലും സാമാന്യ ബോധമുള്ള ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം മനസ്സിലാക്കിയേ പറ്റൂ. ഈ നാട്ടിൽ അയ്യപ്പനെ വിശ്വസിച്ച്, ഈ സമൂഹത്തെ വിശ്വസിച്ച് നടക്കുന്ന മുഴുവൻ ജനങ്ങളെയും നാളിതുവരെയുള്ള ഗവൺമെൻറ്റുകൾ പറ്റിക്കുന്നു, കബളിപ്പിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളും അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നവർ പോലും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ വലിയ അഴിമതിയൊന്നും നടക്കുന്നില്ല, ചെറിയ അഴിമതി ആണ് നടക്കുന്നത്. പലരുടെയും പെൻഷൻ കൊടുക്കാത്ത സാഹചര്യമുണ്ട്, അത് നിത്യേന എന്നോണം സംഭവിക്കുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? കൊണ്ടുപോകുന്നുണ്ട്, കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തുന്നില്ല. ഇതിൽ സമൂഹത്തെ ജാഗരൂകരാക്കേണ്ട ഉത്തരവാദിത്തം മാധ്യമങ്ങൾക്കുണ്ട്, പൊതുസമൂഹത്തിനുണ്ട്, വ്യക്തികൾക്കുണ്ട്. അത്തരം പ്രചരണങ്ങളിലും ജനാധിപത്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ ഒരാളുടെയും അവകാശം പ്രത്യേകമായി വേണ്ട എന്നുള്ളതാണ് എനിക്ക് ആമുഖമായി ആ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ദേവസ്വത്തെ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് കൊടുത്ത്, ദേവൻ്റെ സ്വത്ത് മറ്റൊരാൾ കൊണ്ടുപോകില്ല എന്ന് ഉറപ്പ് കൊടുത്ത്,
അതിലേക്ക് അധികാരത്തിൽ വന്നവർ കട്ടുമുടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അവർക്കതിൽ വിശ്വാസമില്ല എന്നുള്ളത് കൊണ്ടാണ്. വിശ്വാസികളുടെ പണം, വിശ്വാസികളുടെ സംഭാവന കട്ടുമുടിക്കാൻ തയ്യാറാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ആ സമർപ്പണ മനോഭാവത്തോടുകൂടി നിൽക്കുന്ന ഭക്തിയിൽ വിശ്വാസമില്ലാത്തവർ അത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. വിശ്വാസമുള്ളവരുടെ കൈകളിലേക്ക് അത് എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് പറയുന്നത്. 2, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാലങ്ങളായി സൂക്ഷിച്ചിരിക്കുന്ന അമൂല്യമായ രത്നങ്ങൾ ഇവിടുത്തെ ഒരു വിശ്വാസി സമൂഹം സൂക്ഷിച്ചിരുന്നല്ലോ. അവിടെ നിന്നൊരു തരി പോലും പുറത്തു പോയിട്ടില്ലല്ലോ. എത്രയോ വർഷമായി അത് സംരക്ഷിച്ചു പോകുന്നുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്ത ആദ്യം കണ്ണുവെച്ചത് എന്താണ്? ഒരു മ്യൂസിയം ഉണ്ടാക്കി അത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കണമെന്നാണ് പറഞ്ഞത്. ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത ജനാധിപത്യ സംവിധാനത്തിൽ അധികാരത്തിൽ വന്ന് ജനങ്ങളുടെ MLA മാർ തിരഞ്ഞെടുക്കുന്ന ദേവസ്വം ബോർഡും അവർ ഭരിക്കുന്ന ദേവസ്വം മന്ത്രിയുമെല്ലാം ഒരു ചെറിയ രേഖ പോലും പുറത്തു കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന സമീപനമാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ കണ്ണുവച്ചിരിക്കുന്ന കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലും ക്ഷേത്ര സ്വത്തുക്കളിലും കൃത്യമായ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. കാരണം ദ്വാരപാലകരുടെ സ്വർണം പൂശിയ ചെമ്പ് അത് കൊണ്ടുപോയി സ്വർണ്ണമാക്കി അത് മാറ്റുന്നു. അയ്യപ്പൻ്റെ ശ്രീകോവിലിൽ നട തുറക്കുന്ന കട്ടിള അത് കൊണ്ടുപോയി അതിലെ സ്വർണം അടിച്ചു മാറ്റുന്നു. ഇതിലെല്ലാം പ്രശ്നം യോഗദണ്ഡം, അത് വിശ്വാസത്തിൻ്റെയാണ്. യോഗദണ്ഡൊക്കെ വിശ്വാസത്തിൻ്റെ, അതിൽ സ്വർണ്ണമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. ആ യോഗദണ്ഡ് അതിനുള്ളിൽ സമർപ്പണ മനോഭാവത്തോട് നിൽക്കുന്ന പൂജാവിധികൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ആ ചുറ്റുമതിന് പുറത്ത് കൊണ്ടുപോകരുത് എന്നുള്ളത് ആചാര സംബന്ധമായ കാര്യമാണ്. ഇന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ മകന് കൊടുത്തു ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട്. എന്ത് ലാഘവത്തോടെയാണ് പറയുന്നത് അറിയോ? വരുന്നവരൊക്കെ ഇളക്കി അങ്ങ് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഒരു ഉത്തരവാദിത്വമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാൽ അവർ തീരുമാനിക്കുന്ന ഒരു ബോർഡിൻ്റെ പ്രസിഡന്റ് പോയാലൊന്ന് ഇളക്കിയെടുക്കാൻ പറ്റുന്നത് മാത്രമാണ് ഇതൊക്കെ എന്ന് വരുത്തി തീർക്കുകയാണ്. അത്രയൊക്കെ ഉള്ളൂ അവരുടെ വിശ്വാസവും അതിൽ. അങ്ങനെ യോഗദണ്ഡ് പുറത്തു അത് സ്വർണം പോയി എന്നുള്ളത് മാത്രമല്ല, ആചാര സംരക്ഷണത്തിൻ്റെയൊക്കെ ഭാഗമായി അവിടെ ആചരിക്കുന്നു. ഇതൊന്നും ഒരു മറ്റൊരു സമുദായത്തിൻ്റെ ഭാഗത്ത് നടക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എവരെയൊന്നും അതിനുള്ളിൽ കയറ്റാതിരിക്കാൻ അവർ കരുതലോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ വിശ്വാസങ്ങൾ തകർക്കപ്പെടുന്നു. അയ്യപ്പനെ പോലും ഒരു നിമിഷം ഒന്ന് കണ്ണോടിച്ചാൽ, അന്വേഷണം നടത്തിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതിൽ ആശങ്കയും ഉണ്ട്. അതാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.